അങ്ങനെ നമ്മൾ ഗുൽമാർഗ് എത്തിയിട്ടുണ്ട്. ഗോണ്ടോള റൈഡിലേക്ക് ഇവിടുന്ന് ഇവർ പറഞ്ഞു വെച്ചാല് ഗോണ്ടോള റൈഡിലേക്ക് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന നമ്മളെ എന്നോടായി വലത്ത് ഭാഗത്തുള്ള ഈ ചങ്ങ വലത്ത് നടക്കില്ലേ ഹെൽപ്പർ എന്നിട്ട് ഇതൊക്കെ സത്യം നബീസും ഞങ്ങൾ ഉമ്മേത് വീഡിയോ കണ്ടിട്ടില്ലേ? അവര് പറയുന്നില്ലേ ഖദീജ മക്കളെ എങ്ങനെ വീട്ടിൽ കളിച്ചോ മൂട് നിങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ തരുമോ അളിയ? അതിലോട്ടേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഓർമ്മകൾ മാത്രം നമ്മളെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ കൂട്ടി വെച്ചിട്ട് എന്തായാലും യാത്ര ചെയ്യാൻ തുടങ്ങും കേട്ടോ. അത്ര എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അയ്യോ അയ്യോ ഇവന്റെ കയ്യിൽ കോടാല് വെച്ച് ആ മഞ്ഞും കാര്യങ്ങളിലും വെട്ടിക്കളയും. പിന്നെ ഈ മഞ്ഞ് കോരുന്ന ആ സാധനല്ലേ, ആ സാധനമൊക്കെ എടുത്തിട്ടാണ് റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ 18ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ടാൻമാർഗിൽ നിന്ന് ഗുൽമാർഗിലേക്ക് വരുന്ന വഴിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ടാക്സി കയറി. ടാക്സിക്കാരൻ വെറും 13 കിലോമീറ്ററിന് 2500 രൂപയും കൂടെ നമ്മുടെ ഹെൽപ്പറേയും കൂടെ കൂട്ടി 3000 രൂപയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ വില വെച്ചിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് റേറ്റ് ആണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ പറഞ്ഞെങ്കിലും അവർ 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ നമ്മൾ വണ്ടി കയറി യാത്ര തുടങ്ങിയപ്പോൾ അവർ വഴിക്ക് വെച്ചിട്ട് ഒരു കടയിൽ കയറി മഞ്ഞളിടേണ്ട ഷൂവും പിന്നെ ഗ്ലൗസും പിന്നെ ജാക്കറ്റും ഒക്കെ തന്നതും അതിന് റേറ്റ് കൊടുത്തും അങ്ങനെ വണ്ടി കയറി കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ മഞ്ഞ് വന്ന് മൂടിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പറഞ്ഞതാണ്. അങ്ങനെ നമ്മളെ വണ്ടി മുന്നോട്ട് പോയി അവസാനം ഗുൽമാർഗിൽ എത്തിയ സമയത്ത് അവിടെ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിട്ടോ. അങ്ങനെ നമ്മൾ ഗുൽമാർഗിലെ പാർക്കിങ്ങിലെത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം കുറേ ആൾക്കാർ നമ്മളെ ചുറ്റും വന്നു കേട്ടോ. സംഭവം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ടാക്സി ഡ്രൈവറോട് ചോദിച്ച് സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് എന്തായാലും നിങ്ങൾ ഇറങ്ങുമെന്ന്. അങ്ങനെ ഇറങ്ങിയപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ടാക്സിക്കാരൻ നമ്മളോട് മഞ്ഞിക്കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലഡ്ജ് എന്നുള്ള സാധനമാണ് ഉപയോഗിക്കുക. ആ ഒരു സ്ലഡ്ജിലാണ് നമ്മൾ ഈ പാർക്കിംഗ് തൊട്ടിട്ട് ഗോണ്ടോള റൈഡ് അവിടെ വരെ പോകേണ്ടത്. അങ്ങനെ അവര് സ്ലഡ്ജിൽ ഒരാൾക്ക് പറഞ്ഞ റേറ്റ് കേട്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇതിനു വേണ്ടി അവർ പറഞ്ഞ എത്രയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് 2000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 4 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ 4 ആൾക്കാർ കൂടിയിട്ട് 8000 രൂപയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ബാർഗനിങ് തുടങ്ങി. അങ്ങനെ 2000 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2000 തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് 1500 ആക്കി. പിന്നെ പറഞ്ഞ് 1200 രൂപ ആക്കി. എന്തായാലും അവസാനം ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ എന്തായാലും സ്ലഡ്ജ് പോകുന്നില്ല. അങ്ങനെ അവരോട് വേണ്ടാന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് നടന്നു കേട്ടോ ഞങ്ങൾ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഗുൽമാർഗ് എത്തിയിട്ടുണ്ട്. ഗുൽമാർഗ് എത്തിയതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈ ബാക്ക് കാണുന്ന ടീംസ് ഇല്ലേ, ഈ ടീംസ് മൊത്തം നമ്മോട് മൊത്തം ഉടായ്പാണ്. സത്യം പറയാം, ഉടായ്പിന്റെ പീക്കാണ്. കാരണം എന്താ വെച്ചാല് ഗോണ്ടോള റൈഡിലേക്ക് ഇവിടുന്ന് ഇവർ പറഞ്ഞു വെച്ചാല് ഗോണ്ടോള റൈഡിലേക്ക് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്ന നമ്മളെ ഗോണ്ടോള റൈഡിലേക്ക് ഇവർ പറയുന്ന വെച്ചാല് 12 കിലോമീറ്റർ നടക്കാണെന്ന് പറയുന്നത്. വെറുതെ ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ എത്ര പറയുന്നത് വെച്ചാൽ 1.5 കിലോമീറ്റർ. വിചാരിച്ചു നോക്ക്, അതും 1800 പറയുന്നത്. 1800 അത് പറഞ്ഞ് 1200 ആക്കിയപ്പോഴെനിക്ക് വെച്ചാൽ ഡൗട്ട് വന്നേ, ഇവരെന്തെങ്കിലും ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ വെറുതെ ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയതാ.
എന്റെ മോനെ വിഷയോ ഇവൻ വന്നൂടായി വലത്ത് ഭാഗത്തുള്ളത് ഈ ചങ്ങ നമ്മൾ വലത്ത് നടക്കില്ലേ ഹെൽപ്പർ എന്നിട്ട്. അങ്ങനെ നമ്മളെ വലത്ത് ഭാഗത്ത് കാണുന്ന ആ ഹെൽപ്പർ ഇല്ലേ, അവൻ താഴ്ന്ന ഒരു നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളെ പെരുമാറുത്. മേലെത്തി ആ സ്ലഡ്ജ് ആ ഓടിക്കുന്ന ആൾക്കാരെത്തിയപ്പോൾ ഇവൻ എന്താ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ നമ്മൾ നിർബന്ധിച്ചിട്ട് പറയാ സ്ലഡ്ജ് ഗാഡി കയറിക്കോ, അതായത് സ്ലഡ്ജ് വണ്ടിയിൽ കയറിക്കോ, അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിൽക്കുക, അതിൽ പോയാൽ എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ പറഞ്ഞിട്ട് ഒരേ നിർബന്ധിക്കൽ. ശരിക്കും പറഞ്ഞാൽ വൻ വെറുപ്പിക്കൽ ചങ്ങായി. അങ്ങനെ സ്ലഡ്ജ് ടീമിനും ആ ഹെൽപ്പറിനൊക്കെ മനസ്സിലായി നമ്മൾ എന്തായാലും അതിൽ കയറത്തില്ലാന്ന്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്ന്. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നത്തെ യാത്രയിലെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്നത്തെ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ 3 ആൾക്കാരുണ്ടെന്ന്. ആ 3 ആൾക്കാരാണ് കേട്ടോ നമ്മൾ മുന്നിൽ നടക്കുന്നത്. അങ്ങനെ ആ ബ്ലാക്ക് ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ആളാണ്, അതായത് കയ്യിൽ മഞ്ഞ് പിടിച്ചിരിക്കുന്ന ആളാണ് ഷിബിന്. പിന്നെ നടുക്കുള്ളതാണ് ജിഷ്ണു. പിന്നെ ഏറ്റവും വലത്ത് മാത്രമുള്ളതാണ് ഷമീർ. ഇവർ 3 ആൾക്കാർ നല്ല കിട്ടിയിലും ഫുട്ബോൾ പ്ലേയേഴ്സാണ് കേട്ടോ. ഇവരുടെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കെല്ലാം നമുക്ക് വരാം. എന്തായാലും നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സത്യം മൂടാ. ഈ ഒരു മൊമെന്റിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളെ യാത്രനെ കുറേ സുന്ദരാക്കുക എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വഴിയിൽ നിന്ന് വീണിടുന്ന കുറേ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ ആ സെയിം വൈബാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഇല്ലേ, അത് പീക്കായിരിക്കും. കൂടാതെ ഞങ്ങൾ 4 ആൾക്കാർ നല്ല യുവാക്കളാണെങ്കിലും ഞങ്ങൾ ആ മഞ്ഞും കാര്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും LKG പിള്ളേരെക്കാളും വളരെ അവസ്ഥയാണ് ഞങ്ങൾ കാര്യങ്ങൾ. കാരണം ഞങ്ങൾ 4 ആൾക്കാരും ആദ്യമായിട്ട് ഇത്ര മഞ്ഞും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ ആ പ്രത്യേകിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറും വൈബൊക്കെ ആയപ്പോഴത്തേക്കിനെ ട്രിപ്പിൻ്റെ ആ ഒരു ലെവലില്ലേ, അത് വേറെ തന്നെ മൂഡായിട്ടാ വരില്ലേ. സത്യം നമ്മളൊരു ഇന്നാളൊരു നബീസും ഞങ്ങൾ ഉമ്മേത് വീഡിയോ കണ്ടിട്ടില്ലേ, അവര് പറയുന്നില്ലേ ഖദീജ മക്കളെ വീട്ടിൽ കളിച്ചോ മൂട്. മൂഡ് പ്രോ മാക്സ് ഒന്നും പറയില്ല, കീട്ടില് നമുക്കൊരു 1.5 വ്ലോഗ് വരുന്നുണ്ടെന്ന് പറ. എടാ എനിക്കിപ്പോ യൂത്തിനോട് പറയണ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ MDMA കഞ്ചാവും സിഗരറ്റൊക്കെ വലിച്ചു കയറുന്നവരോ ആ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് ഇതുപോലെ ട്രിപ്പ് വന്നപ്പോ നിങ്ങൾ ഒന്നും കേട്ടത്തില്ല, എഴുതി ഒപ്പിട്ടില്ല. ഏത് ഹാപ്പിനെസ് പീക്ക് നോക്കടാ, എന്ത് രസാ. ഒന്ന് കിടില മൂട്, കിടില പ്രോ മാക്സ്. വെറുതെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടെൻഷനോ എന്തുണ്ടെങ്കിലൊക്കെ അത് പമ്പാണ്. പമ്പില്ല അപ്പൊ നമ്മൾ അറബിക്കടലപ്പുറത്ത് കിടക്കും. യാത്ര ചെയ്യുക. ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇത്രയും ദൂരം വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു. ഇതാണ് സ്ലഡ്ജ് റൈഡ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ 1500 രൂപ പറയുന്നു. നല്ല നടക്കല്ലേ മഞ്ഞക്കൊടി. അങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3 ആൾക്കാർ ഇങ്ങനെ നടക്കുക കേട്ടോ. ഞങ്ങളെ കൂടാതെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങളെ കൂട്ടത്തില്, അതാണ് ഹെൽപ്പർ. അവന്റെ ഉത്തരവാദിത്വം എന്താന്ന് വെച്ചാൽ ഈ ഗുൽമാർഗില് ടോട്ടൽ 6 പ്ലേസ് ആണ് കാണാനുള്ളത്. അപ്പൊ ആ 6 പ്ലേസ് ഇവൻ നമുക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഇവൻ നമ്മളെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന് നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ എത്തി കേട്ടോ. Bro, this is first place. बस इसका नाम क्या है? इसका नाम है golf course. क्या? समर में golf खेलते हैं समर. समर में क्या रहेगा? golf. हाँ गोल्फ है. ओ ठीक है. देख हाँ വെച്ചങ്ങ 6 പോയിന്റ് ആദ്യ പോയിന്റ് ഇതാണ്. സമ്മർ തുടങ്ങി ഇവിടെയാണ് സമ്മർ ഗോൾഫും കാര്യങ്ങളൊക്കെ നടക്കാന്നൊക്കെ പറയുന്നത്. മനസ്സിലായ അതാണ് പറയുന്നത്. ഇവൻ പറയാൻ എന്താന്ന് വെച്ചാല് ഇതാണ് ഗോൾഫ് പോയിന്റ്. അതായത് സമ്മർ ടൈം ആകുമ്പോൾ ഇവിടെ വെച്ചാണ് ഗോൾഫ് കളിക്കുക.
നിങ്ങളൊക്കെ നോക്കിയേ, ഈ ചുറ്റുപാടും വെള്ള കളറും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കാണാനാണ് ഇത് ഗോൾഫാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമുണ്ട്, അതായത് ഈ ഗോണ്ടോള റൈഡ് മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ള 5 സ്ഥലം ഇതുപോലെ തന്നെ ഫുള്ള് വെള്ള കളറും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗുൽമാർഗിലേക്ക് വരികയാണെങ്കിൽ പറ്റാവുന്നിടത്തോളം ഇങ്ങനെ ഹെൽപ്പറിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വരുന്നതിലേക്ക് നന്നാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഗോണ്ടോള റൈഡിൻ്റെ ടിക്കറ്റ് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ 1.5 മാസം മുന്നൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ പെട്ടെന്നിട്ട് പ്ലാനാണ് ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർക്ക് ഗോണ്ടോള റൈഡിന് ടിക്കറ്റും കാര്യം കിട്ടിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗുൽമാർഗിൻ്റെ ഗോണ്ടോള പോയിന്റിൽ എത്തിയ ശേഷം അതിൻ്റെ ടോപ്പ് സ്റ്റേഷനിലെത്തി അവിടുത്തെ കാഴ്ചകളും കാണാൻ വേണ്ടി ഞാൻ കുറച്ച് വേഗത്തിൽ നടന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ നമ്മുടെ അടുത്തേക്ക് വേറെ വെറുപ്പിക്കൽ ടീംസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ ആരൊക്കെയാന്ന് ഞാൻ പറഞ്ഞത്, എന്തായാലും നിങ്ങൾ കാണും. नहीं आप बताओ कितना इसमें 2 किस्म का रहता है, विद इंस्ट्रक्टर विदाउट इंस्ट्रक्टर। जैसे अगर आप टीचर साथ ले जाएंगे उसका अलग रेट पड़ेगा। अगर അവർ പറയാൻ എന്താന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നമ്മൾ മഞ്ഞക്കൂടെ ഇങ്ങനെ പോകുന്ന നീളത്തിലുള്ള വടിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ വെച്ചിട്ട് അവർ നമുക്ക് ഒരു വീഡിയോ എടുത്തരും. ഏകദേശം 30 സെക്കൻഡ് 1 മിനിറ്റ് വീഡിയോ എടുത്തരും. അതിന് വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ പേ ചെയ്യേണ്ട പൈസയാണ് 1500 രൂപ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഗുൽമാർഗിലെ കാണേണ്ട 6 പോയിന്റിൽ 2ാമത്തെ പോയിന്റിലെത്തിട്ടോ. सेकंड पॉइंट है इसका पॉइंट का नाम क्या है स्केटिंग पॉइंट है फर्स्ट वन गोल्फ पॉइंट ഉണ്ട് സ്കേറ്റിംഗ് പോയിന്റ് ഇഷ്ടംപോലെ ആൾക്കാർ സ്കേറ്റിംഗ് കളി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പോയിന്റ് പേരാണ് സ്കേറ്റിംഗ് പോയിന്റ് നമ്മളെ നീമ്പോളി പറഞ്ഞ പോലെ തന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല അതന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല ഇവിടെ നിന്റെ വലിയ ഉപകാരം കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു കേട്ടോ ആരോടെങ്കിലും പുറമെ വരികയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ എല്ലാം ആ ഇന്നലെ ഫുൾ ഡ്രൈ ആണ് കാരണം കാശ്മീരിൽ അലച്ചിലായിരുന്നു ഇന്ന് പൊളിച്ച് ഇതൊന്നും കൂടാതെ വേറെ ടീം കേട്ടോ നമ്മളെ ഫോണിൽ അവർ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് അവർക്ക് നമ്മൾ 500 കൊടുക്കണം ഗുൽമാർഗ് ശരിക്കും ഗുൽമാർഗ് അല്ല ഗുലുമാൽ മാർഗാന്ന് ഇടയ്ക്കൊക്കെ തോന്നി പോവാൻ കേട്ടോ അല്ല അവൻ പറഞ്ഞ അതന്നെ വീഡിയോ എടുത്തില്ല ഫോട്ടോ എടുത്തരാന്ന് എടുക്കുന്നതല്ല എടുത്ത് 500 രൂപയാണ് അതല്ലേ സ്കീം നമ്മളോടാ കളി നമ്മളെത്ര ഫോട്ടോ എടുത്തിട്ടില്ല കൊക്കെത്ര കുളം കണ്ടതാ നമ്മളോടാ കളി राम राम अब कैसे हो बढ़िया कैसे ऊपर एकदम ओके गोंडोला राइड किया था बंद है ठीक है चले देखिएगा मुंजी गोंडोला बंद ना रहे പോയോക്ക മഞ്ഞല്ലേ ഇവിടത്തെ ഒന്നും കാണുന്നില്ല എടാ ഗോണ്ടോ ഒരു വിഷ്ലിസ് സാധനമായിരുന്നല്ലോ ഞാൻ 3 മാസം വെട്ടിക്കെടുത്ത് 1 മാസം വെട്ടിക്കെടുത്ത മൂഞ്ചി പോവന്നെ പക്ഷെ ഇത്രയും കിട്ടില്ല തന്നെ വലിയ കിട്ടില്ല എടാ പെങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് തന്നത്തൊക്കെ തരുമോ അളിയോ ഈ ഒരു വ്യൂ കൂടി ശരിക്കും കണ്ടപ്പോൾ തോന്നി എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ചളിയൊക്കെ തെറിപ്പിച്ച് നടന്നതും പിന്നെ കുറച്ചും കൂടി വലുത സമയത്ത് കടൽ തീരത്തും പിന്നെ പുഴയിലൊക്കെ ആ പൂഴിയൊക്കെ തെറിപ്പിച്ച് അത് കാല് തട്ടി തെറിപ്പിച്ച് നടന്നൊക്കെ കേട്ടോ ഓർമ്മ വന്ന് എന്തായാലും യാത്രകൾ ചെയ്യുന്നതോറും മനുഷ്യൻ ചെറുപ്പമായി വരുന്നുണ്ടെന്ന് പല ഇൻസ്റ്റാഗ്രാം പോസ്റ്റും പിന്നെ കുറേ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു 10-15 വയസ്സ് കുറഞ്ഞൊരു ഫീലാണ് കേട്ടോ ഏത് വൈബ് മഞ്ഞ് വൈബ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കും തോറും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും പറയുന്ന കാര്യമാണ് നമ്മൾ നമ്മളെ പൈസയും കാര്യങ്ങളൊക്കെ അധികമായിട്ട് അനാവശ്യമായിട്ട് ചിലവാക്കാതെ കുറച്ച് കൂട്ടി വെച്ച് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ അത് വളരെ പീക്കാണ് നിങ്ങൾ എപ്പോഴെങ്കിലും അതായത് യാത്ര തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അഡിക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ ഓരോരോ സേവിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനായിട്ട് മാറ്റി നിർത്തും എന്തായാലും നമ്മൾ ഒരു ദിവസം മേലോട്ടേക്ക് കെട്ടിയെടുക്കും
അപ്പോൾ നമ്മൾ മേലോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മേലോട്ടേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഓർമ്മകൾ മാത്രം നമ്മളെ കൂടെ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ കൂട്ടി വെച്ചിട്ട് എന്തായാലും യാത്ര ചെയ്യാൻ തുടങ്ങും കേട്ടോ. അത്ര എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് റോഡിലെത്തിയിട്ടുണ്ട്. റോഡല്ലത്, റോഡാണത്. അങ്ങനെ എൻ്റെ മക്കളെ, ഇതിനാണ് 1900 പറഞ്ഞ ഒരാൾക്ക് ചെലവില്ലടാ. അതല്ല അതിനായിട്ട്, കാരണം മഞ്ഞയുണ്ട്, വലിച്ചങ്ങ് പോവും. മഞ്ഞത്ത് നടക്കാനുള്ള ഇങ്ങോട്ട് വരുന്നേ, വണ്ടി പോയി വേണം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ശ്രീനഗർ അയ്യോ അയ്യോ ഏത് സീന് ആടാ പെട്ട് എടാ ബൂട്ട് ലൈസ് കയറി. ഷോർട്സ് മൊത്തം കട്ടേണ്ടി വരും. അങ്ങനെ അതുവരെ ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു റോഡും എത്തിയിട്ടുണ്ടോ. ഈ കാശ്മീർ ആണെങ്കിലും കേരള ആണെങ്കിലും റോഡിന് വലിയ മാറ്റമൊന്നുമില്ല, കുറെ പൊട്ടിയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും നടക്കന്നെ. അങ്ങനെ ഈ റോഡ് പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ ഗോണ്ടോള റൈഡിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഗോണ്ടോള റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ക്യാബിൻ്റെ അങ്ങോട്ടേക്ക് വഴിയാണ് ഈ ഒരു റോഡ്. അങ്ങനെ നമ്മൾ ഗോണ്ടോള റൈഡിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ. ഇവൻ്റെ കയ്യിൽ കോടാലി വെച്ച് ആ മഞ്ഞും കാര്യങ്ങളിലും വെട്ടിക്കളയും. പിന്നെ ഈ മഞ്ഞ് കോരുന്ന ആ സാധനമല്ലേ, ആ സാധനമൊക്കെ എടുത്തിട്ടാണ് റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. അങ്ങനെ കുറേ മുന്നോട്ട് നടന്നു പോയപ്പോഴാണ് ദൂരെ ഗോണ്ടോളയ്ക്ക് കയറേണ്ട ആ ലൈനും കാര്യങ്ങളും കണ്ടത് കേട്ടോ. ഇപ്പോൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കും കാര്യങ്ങളും കൂടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ലൈനിൽ പോയി നിന്ന് കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ ഗോണ്ടോള റൈഡ് കയറിയിട്ട് ഗോണ്ടോളയിലെ ഫസ്റ്റ് ഫേസിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് പറയാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ.